നാട്ടിലെത്തിയിട്ട് ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഒരു കാർ എടുത്താണ് കേട്ടോ. എന്റെ ലൈഫിലെ എന്റെ രണ്ടാമത്തെ കാറാണത്. കൊറോണ ഉള്ള സമയത്താണ് ഞാൻ എന്റെ ലൈഫിലെ ആദ്യത്തെ കാർ എടുത്തത്. എന്റെ കയ്യിൽ ഒരു വള വിറ്റിട്ടായിരുന്നു അന്ന് ഞാൻ മാരുതി 800 സ്വന്തമായിട്ട് വാങ്ങിച്ചത്. ഇന്ന് ഞാൻ ഏത് കാറും സൂപ്പറായിട്ട് പറപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ ആ മാരുതി 800 ആണ് കേട്ടോ. ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നു എന്ന് പറയില്ലേ, അതുപോലെ പഠിച്ചെടുത്ത സ്കില്ലാണ് ഈ ഡ്രൈവിംഗ് സ്കില്ല്. ഒരു കൈക്കുഞ്ഞായിട്ട് ലൈഫിൽ ഞാൻ ഒറ്റപ്പെട്ടപ്പോ തളരരുത് എന്ന് പറഞ്ഞ ധൈര്യം തന്നത് എന്റെ പാരന്റ്സ് ആണ് കേട്ടോ. കൊറോണ കത്തി നിൽക്കുന്ന സമയത്ത് എപ്പോഴും അസുഖം വന്നിരുന്ന മോനം കൊണ്ട് ഓട്ടോ വിളിച്ച് ആശുപത്രിക്ക് ഓടിയ ഓട്ടത്തിനൊന്നും കണക്കുണ്ടായിരുന്നില്ല കേട്ടോ. അന്നാണ് ഡ്രൈവിംഗ് പഠിക്കണമെന്നും ഒറ്റക്കൊരു വണ്ടി വേണമെന്നൊക്കെ മനസ്സിൽ തോന്നി തുടങ്ങിയത്. 18 കഴിഞ്ഞപ്പോ തന്നെ ലൈസൻസ് ഒക്കെ എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഓടിക്കാൻ വല്ലാണ്ട് അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 2020 എന്റെ ലൈഫിലെ ആദ്യത്തെ പറക്കും തളികാന്ന് കളിയാക്കി പറഞ്ഞിരുന്ന ആ മാരുതി 800 വന്നത് കേട്ടോ. അന്ന് എന്നു രാവിലെ മോൻ എണീക്കുന്നതിന്റെ മുന്നേ ഞാനും എന്റെ ഉമ്മയും എന്റെ ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ കാറുമായിട്ട് റോഡിൽ ഇറങ്ങുമായിരുന്നു. അന്ന് പേടിച്ചിട്ട് ഞാൻ ഓരോ സ്ഥലത്തും സ്റ്റക്കായി നിൽക്കുമ്പോൾ എന്റെ ഉമ്മയുടെ ഒരു ഡയലോഗ് ഉണ്ട്, ഇജ് ഒരു പേടിയും പേടിക്കാതെ വിട്ടൂട് സനിയാന്ന്. ഇപ്പൊ ഏത് കാറിൽ ഓടിക്കാൻ വേണ്ടി കയറിയിരുന്നാലും എന്റെ ഉമ്മയുടെ ആ മുഖം എനിക്കിങ്ങനെ ഓർമ്മ വരും കേട്ടോ. അമ്മയാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി. ഇന്നും എക്സ്കലേറ്ററിൽ പോലും കയറാൻ പേടിയില്ല എന്റെ ഉമ്മ അന്ന് എന്ത് ധൈര്യത്തിലാണ് എന്റെ കൂടെ കയറിയിരുന്നെന്ന് ഇന്നും എനിക്കറിയില്ല കേട്ടോ. ബൈ ദ ബൈ, ഇതാണ് എന്റെ പുതിയ കാർ, എന്റെ കുഞ്ഞൻ കാറ് ടാറ്റയുടെ ടിയാഗോ. ലക്ഷറി കാറുകളോട് കമ്പമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, കൊക്കിലൊതുങ്ങുന്നതല്ലേ നമുക്ക് കൊത്താവൂ. ജസ്റ്റ് മിഡിൽ ക്ലാസ് തിങ്സ്.